ഹലോ വെൽക്കം ടു മൈ ചാനൽ ക്രോഷേ ലൂപ്സ്. അപ്പോൾ നമുക്ക് ഇന്നും ക്രോഷയുടെ ബേസിക്സ് ട്യൂട്ടോറിയൽ നോക്കിയാലോ. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ബേസിക്സ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം മാജിക് റിങ് ഇടാം. മാജിക് റിങ് ഇടാനൊക്കെ ഇപ്പോൾ നമുക്ക് സെറ്റാണ്, പക്ഷേ എന്നാലും ഞാൻ ഒന്ന് സ്ലോ ചെയ്തിട്ട് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. മാജിക് റിങ് ഇടാം, എന്നിട്ട് അത് കയ്യിലൊന്ന് ഹോൾഡ് ചെയ്യുന്നതും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. മാജിക് റിങ് ഇട്ടു, അതിലൊരു നോട്ട് ഇട്ടു. ഇനി നമുക്ക് നോർമലായിട്ട് ഈ മാജിക് റിങ്ങിനകത്ത് 6 സിംഗിൾ ക്രോഷ്യ വെച്ചിട്ടാണ് കൂടുതലും എമിഗുരുമീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എമിഗുരുമി ചെയ്യുന്ന ഒരു ബേസിക്സ് പറഞ്ഞിട്ട് പോവാം. അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയൊരു എമിഗുരുമി ആയിട്ട് ചെയ്യാം കേട്ടോ. എമിഗുരുമി പാറ്റേൺ ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവരാം. കുഞ്ഞൊരു മിഫിയുടെയോ അല്ലെങ്കിൽ ഒരു റാബിറ്റോ ബണ്ണിയോ എന്തെങ്കിലും എടുത്ത് കൊണ്ടുവരാം കേട്ടോ, ചെറിയത്. അപ്പോൾ ആദ്യം മാജിക് റിങ് ഇട്ട് അതിനകത്തോട്ട് 6 സിംഗിൾ ക്രോഷ്യാണ് ഇടുന്നത്. അത് നമുക്ക് യാൺ അണ്ടർ ഓർ യാൺ ഓവർ ചെയ്യാം, അല്ലെങ്കിൽ അത് യാൺ അണ്ടർ യാൺ ഓവർ ചെയ്യാം, അല്ലെങ്കിൽ യാൺ ഓവർ ചെയ്യാം. ഏതാ വെച്ചാൽ അത് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയ രീതിയിൽ ഇട്ടോളൂ. ഇപ്പം നമ്മൾ യാൺ അണ്ടർ യാൺ ഓവർ ആ ഒരു രീതിയിലാണ് സ്റ്റിച്ചസ് ഇടുന്നത്. അപ്പോൾ നമുക്കൊരു എക്സ് ഷേപ്പിലാണ് സ്റ്റിച്ചസ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു വി ഷേപ്പിൽ കിട്ടും. അപ്പോൾ കൂടുതലും ടോയ്സിലും എമിഗുരുമി ഡോൾസിലൊക്കെ 6 ആണ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാറ്. ഇനി 8 വെച്ചിട്ടും സ്റ്റാർട്ട് ചെയ്യാറുണ്ട്, 9 വെച്ചിട്ടും സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി ബിഗ്ഗർ ആയിട്ട് വരും. അപ്പോൾ നമുക്കൊരു മീഡിയം അല്ലെങ്കിൽ ഒരു പാം സൈസ് അല്ലെങ്കിൽ ഒരു നോർമലായിട്ട് നമ്മൾ 6 ആണ് സിംഗിൾ ക്രോഷ്യ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ മാജിക് റിങ്ങിനകത്തോട്ട് 6 സിംഗിൾ ക്രോഷ്യ ഇട്ടു. ഇനി നമുക്ക് ആ റൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുകയാണ്. സ്പൈറലായിട്ടും, അതായത് നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇട്ട് പോവാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യാം. അല്ലാത്ത സമയത്ത് നമുക്ക് കറക്റ്റ് റൗണ്ടായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്ത് പോകണം എന്നാണെങ്കിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുകയാണെങ്കിൽ നമുക്ക് അവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട ഭാഗമാണ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അറിയാം. അപ്പോൾ നമുക്കിവിടെ സ്റ്റിച്ച് മാർക്കർ വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ 6 സിംഗിൾ ക്രോഷ്യാണ് നമ്മൾ ഫസ്റ്റ് മാജിക് റിങ്ങിനകത്തോട്ട് ഇട്ടത്. ഇനി അടുത്തൊരു റൗണ്ട് 2 എന്ന് പറഞ്ഞാൽ 6 ഇൻക്രീസ് ആണ് അടുത്തത്. അതായത് നമ്മളിപ്പം ഒരു എമിഗുരുമി സ്റ്റാർട്ട് ചെയ്യാണ്, ഒരു ഡോളിനെ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മളൊരു ഫേസ് ആണ് ഉണ്ടാക്കണേന്ന് വെക്കൂ, അല്ലെങ്കിൽ ബോഡിയാണ് ഉണ്ടാക്കണേന്ന് വെക്കൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സംഭവത്തിനെ നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടല്ലേ വലുതാക്കി കൊണ്ടുവരുന്നത് അല്ലേ. അത് അതേപോലെ വലുതാക്കിയതിന് ശേഷം അതിന് ഡിക്രീസ് ചെയ്യും വേണം. അപ്പോൾ നമ്മളിവിടെ സൈഡിൽ 2 പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതൊരു ബേസിക് പാറ്റേൺ ആണ്. അത് ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്യാനും അതേപോലെ ഡിക്രീസ് ചെയ്യാനും ഉള്ളൊരു പാറ്റേണാണ്. അപ്പോൾ നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ബോൾ ഷേപ്പിൽ നമുക്ക് എമിഗുരുമിയുടെ ഹെഡോ അങ്ങനെ എന്തെങ്കിലും കിട്ടും. കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ആദ്യം ഒരു മാജിക് റിങ് ഇട്ടു, അതിനകത്തോട്ട് 6 സിംഗിൾ ക്രോഷ്യ ഇട്ടു. അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞാൽ 6 ഇൻക്രീസ് ആണ്. അതിനെ വലുതാക്കണം എന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റിച്ചിനകത്തും ഓരോ ഇൻക്രീസ് കൊടുക്കാം. അത് നമുക്കപ്പോൾ റൗണ്ട് രീതിയിൽ അത് ഇൻക്രീസ് ആയി കിട്ടും. അപ്പോൾ റൗണ്ട് 1 6 സിംഗിൾ ക്രോഷ്യാണ്, 6 ഇൻക്രീസ് ആണ് അടുത്ത റൗണ്ട് എന്ന് പറയുന്നത്. ഇനി റൗണ്ട് 3 എടുത്തു കഴിഞ്ഞാലോ, അടുത്തത് എങ്ങനെ ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചാൽ, ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്റ്റിച്ചിൽ മാത്രം ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കും. രണ്ടാമത്തെ സ്റ്റിച്ചിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇൻക്രീസ് സ്റ്റിച്ച് കൊടുക്കും. മൂന്നാമത്തേൽ വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കും. നാലാമത്തെ സ്റ്റിച്ചിനകത്തോട്ട് വീണ്ടും ഇൻക്രീസ് സ്റ്റിച്ച് കൊടുക്കും. അങ്ങനെ നമ്മൾ ആ പാറ്റേൺ ഞാനിവിടെ മെൻഷൻ ആക്കിയിട്ടുണ്ട്. അതായത് ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ്. അപ്പോൾ നമ്മൾ ബേസിക് മാജിക് റിങ്ങിനകത്തോട്ട് 6 സിംഗിൾ ക്രോഷ്യ ഇട്ട് വെച്ചാൽ 6 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആ റൗണ്ട് കഴിയും. അടുത്ത റൗണ്ട് ആകുമ്പോഴോ 2 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യുക. അടുത്ത റൗണ്ട് ആകുമ്പോഴോ 3 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ അതൊക്കെ നമ്മൾ ബേസിക് എത്രയാണോ മാജിക് റിങ്ങിനകത്തോട്ട് ഇട്ട് തുടങ്ങി വെച്ചാൽ അത്രയും തവണ അത് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ നമ്മൾക്ക് ഇൻക്രീസ് സ്റ്റിച്ച് ചെയ്തിട്ട് റൗണ്ടിനെ വലുതാക്കിപ്പിക്കാം. ഇനി അതിനെ ചെറുതാക്കണമെങ്കിൽ നമ്മൾ എത്ര ഇൻക്രീസ് സ്റ്റിച്ച് ഇട്ടു വെച്ചാൽ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇൻക്രീസിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡിക്രീസ് കൊടുക്കുക. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ അടുത്ത തവണ നമുക്ക് എമിഗുരുമി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇത് ഞാൻ ജസ്റ്റ് ഒരു സമ്മറൈസ് ചെയ്തിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിപ്പോൾ ഞാൻ ഇത്രേ കാണിക്കുന്നുള്ളൂ. എമിഗുരുമി പോലെ മീൻസ് ആ ഒരു ഇതിൽ ചെയ്യുന്നില്ല, നേരെ ചെയ്തു പോകുന്നില്ല. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ബേസിക് നോക്കാം. ബേസിക് പറഞ്ഞിട്ട് അടുത്തത് നമുക്ക് അങ്ങനെ പറയാം.
അപ്പോൾ നമുക്കിപ്പം ഇൻക്രീസ് സ്റ്റിച്ച് എന്താണെന്ന് ഓക്കെ ആയി. അതായത് ഇൻക്രീസ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഒരേ സ്റ്റിച്ച് തന്നെ നമ്മൾ 2 തവണ ഏതാണോ, സിംഗിളാണോ, ഡബിളാണോ, ട്രിപ്പിളാണോ, ഏത് സ്റ്റിച്ചാണോ ചെയ്യുന്നത് അത് നമ്മൾ 2 തവണ ചെയ്യുമ്പോൾ, ഒരേ സ്റ്റിച്ചിൽ 2 തവണ ചെയ്യുമ്പോൾ അത് ഇൻക്രീസ് സ്റ്റിച്ചായി. അപ്പോൾ നമ്മൾ 6 സിംഗിൾ ക്രോഷ്യ ഇട്ടു, സിംഗിൾ ക്രോഷ്യയുടെ തന്നെ ഇൻക്രീസ് സ്റ്റിച്ചും ഇട്ടു അല്ലേ. 6 ഇൻക്രീസ്, രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ 6 ഇൻക്രീസ് അല്ലേ ഇട്ടേ. അപ്പോൾ നമുക്ക് ഇൻക്രീസ് സ്റ്റിച്ചും ക്ലിയർ ആയി. അപ്പോൾ റൗണ്ട് 3ൽ നമ്മളിപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിനകത്തോട്ട് ഒരു തവണ ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഇവിടെ സൈഡിൽ മെൻഷൻ ആക്കിയിട്ടുള്ള ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും ആപ്റ്റായിട്ടുള്ളൊരു പാറ്റേൺ അല്ല. ഇത് ജസ്റ്റ് ഒരു ബേസിക് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഒരു ബോൾ ഷേപ്പിൽ നമുക്ക് ഒരു അമിഗുരുമി കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അങ്ങനെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫേസൊക്കെ ചെയ്യുമ്പം അതിനകത്ത് ചീക്സൊക്കെ നല്ല പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ പാറ്റേൺ മാറും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷേപ്പല്ല, ഈ ഒരു പാറ്റേൺ അല്ല ആ ഷേപ്പിന് വേണ്ടി വരിക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ക്രോഷ്യ സ്റ്റിച്ചസുകൾ മാറ്റിയിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിത് വെറുതെ ഒരു ബേസിക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ നിങ്ങൾക്കറിയാം. ഇനി നമുക്ക് ഡിക്രീസ് സ്റ്റിച്ച് നോക്കാം. ഡിക്രീസ് സ്റ്റിച്ചിനകത്തോട്ട് എങ്ങനെയാണ് ഇൻവിസിബിളായിട്ട് ഡിക്രീസ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. സാധാരണ നമ്മൾ 2 ലൂപ്പും കൂടെ എടുത്തിട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ഫ്രണ്ട് ലൂപ്പ് മാത്രം എടുത്തിട്ടാണ് ഡിക്രീസ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമുക്കറിയാം ഇത് ഫ്രണ്ട് ലൂപ്പ്, അത് ബാക്ക് ലൂപ്പ്, ഫ്രണ്ട് ലൂപ്പ്, ബാക്ക് ലൂപ്പ്, ഓക്കെ അല്ലേ. അപ്പം ഒരു സ്റ്റിച്ച് എടുത്താൽ അതിന് ഫ്രണ്ട് ലൂപ്പ് ഉണ്ടാവും, ബാക്ക് ലൂപ്പ് ഉണ്ടാവും. അപ്പം നമ്മൾ ഫ്രണ്ട് ലൂപ്പിലൂടെ മാത്രം നമ്മുടെ സൈഡിലോട്ട് ഫേസ് ചെയ്യുന്ന അത് ഫ്രണ്ട് ലൂപ്പ്. അപ്പോൾ അതിനെ മാത്രം എടുക്കുക, ഹുക്കിലോട്ട് ഇൻസേർട്ട് ചെയ്യുക, 2 എണ്ണത്തിൻ്റെയും യാണിനെ ചുറ്റിച്ച് ആ 2 ലൂപ്പിലൂടെയും പുറത്തേക്ക് കൊണ്ടുവരാം. യാണ് സ്പ്ലിറ്റായെന്ന് വെച്ചാൽ വീണ്ടും എടുത്ത് ചെയ്യണം കേട്ടോ. കണ്ടോ, ഇടയ്ക്കൊക്കെ യാണ് സ്പ്ലിറ്റ് ആവും, അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ ചെയ്യുമ്പോൾ. അപ്പോൾ 2 ലൂപ്പിലൂടെ എടുത്ത് കിട്ടുന്ന 2 ലൂപ്പിലൂടെ വീണ്ടും യാണിനെ ചുറ്റിച്ചിട്ട് ആ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഡിക്രീസ് സ്റ്റിച്ചായി. ഇത് നമുക്ക് സിംഗിൾ ക്രോഷ്യ ഡിക്രീസാണ്, ഇൻവിസിബിൾ ഡിക്രീസാണ്. അപ്പം ഫ്രണ്ട് ലൂപ്പുകൾ മാത്രം ഹുക്കിൽ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ആ 2 ലൂപ്പുകളും അങ്ങനെ വെച്ചിട്ട് അടുത്ത യാണിനെ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം പുറത്തേക്ക് വലിക്കുക. ഇത് സിംഗിൾ ക്രോഷ്യ ആയതുകൊണ്ടാണ്, സിംഗിൾ ക്രോഷ്യ ഡിക്രീസാണ്. ഇതുപോലെ നമുക്ക് ഡബിൾ ക്രോഷ്യയിൽ ചെയ്യാം, ട്രിപ്പിൾ ക്രോഷ്യയിൽ ചെയ്യാം, ഒക്കെ നമുക്ക് ഡിക്രീസ് സ്റ്റിച്ചുകളുണ്ട്. അപ്പം നമ്മുടെ അടുത്ത് ഇപ്പം ഇൻക്രീസ് സ്റ്റിച്ചായി, ഡിക്രീസ് സ്റ്റിച്ചായി അല്ലേ. ഡിക്രീസ് ഇൻവിസിബിൾ ഡിക്രീസായി. ഇത് രണ്ടും ഓക്കെ ആയില്ലേ. അപ്പോൾ നമ്മൾ വെറുതെ ഒന്നും കൂടെ കാണിക്കാം ഡിക്രീസ് സ്റ്റിച്ചിന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ. സ്ലോ ചെയ്തിട്ട് തന്നെയാണ് കാണിക്കണേ കേട്ടോ, മനസ്സിലാവുന്നതാണ് ഞാൻ വിചാരിക്കണേ. പിന്നെ നിങ്ങൾക്ക് ഞാനിടുന്ന ഈ വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. യൂസ്ഫുൾ ആയിന്നോ, അല്ലെങ്കിൽ അടുത്തത് ഏതെങ്കിലും ക്രോഷ്യയുടെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്തോളൂ. എനിക്കറിയാവുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് അറിയില്ലെങ്കിൽ ഞാനത് പഠിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ, ചെയ്തു തരാം. ഇനി നമുക്ക് ഡബിൾ ക്രോഷ്യ നോക്കാം. ട്രിപ്പിൾ അല്ലെങ്കിൽ ഇപ്പം ഡബിൾ ക്രോഷ്യ നോക്കുന്നത് കേട്ടോ. ഡബിൾ ക്രോഷ്യ നോക്കിയിട്ട് അതിലെ ഡിക്രീസ് സ്റ്റിച്ചും കൂടെ കാണിച്ചു തരാം. ഡബിൾ ക്രോഷ്യ ഇട്ടു നമ്മൾ. ഡബിൾ ക്രോഷ്യ ഇടാൻ നമുക്കറിയാം അല്ലേ. ഡബിൾ ക്രോഷ്യ ഇട്ടതിന് ശേഷം എങ്ങനെയാണ് നമുക്കൊന്ന് ഡിക്രീസ് ചെയ്യണമെന്ന് വെച്ചാൽ, ഡബിൾ ക്രോഷ്യയിൽ ഡിക്രീസ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇത് ഡബിൾ ക്രോഷ്യസ് ആണ്. ഹാഫ് ഡബിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ അറിയാം, ഹാഫ് ഡബിൾ ക്രോഷ്യ ആയി, ഡബിൾ ക്രോഷ്യ ആയി. ഓക്കെ, ഇനി ഈ ഡബിൾ ക്രോഷ്യയിൽ ഡബിൾ ക്രോഷ്യയിൽ ഡിക്രീസാണ്. യാണിനെ ഒന്ന് ചുറ്റിക്കുന്നു. നമ്മൾ സിംഗിൾ ക്രോഷ്യയിൽ ചെയ്ത അതേപോലെ തന്നെ ഫ്രണ്ട് ലൂപ്പുകൾ മാത്രം എടുക്കുന്നു. പക്ഷെ നമുക്ക് ഇവിടെ 3 ലൂപ്പ് കിട്ടും. അതിലൂടെ യാണിനെ പുറത്തേക്ക് എടുക്കുമ്പം ആദ്യം കിട്ടുന്ന 2 ലൂപ്പിലൂടെ പുറത്തേക്ക് വലിച്ച് ശേഷം ഒന്നും കൂടെ ചുറ്റിച്ച് കിട്ടുന്ന 2 ലൂപ്പിലൂടെ പുറത്തേക്ക് വലിക്കുക. ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന പോലെ തന്നെ. നമ്മൾ നേരത്തെ ചെയ്തത് സിംഗിൾ ക്രോഷ്യയിൽ നമുക്ക് 2 ലൂപ്പേ കിട്ടുള്ളൂ. ഇവിടെ നമ്മൾ യാണിനെ ഓൾറെഡി ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന പോലെ ചുറ്റിച്ചതിന് ശേഷമാണ് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായി, ഡബിൾ ക്രോഷ്യ ഡിക്രീസുമായി. കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ അല്ലേ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.
ഇനി നമുക്ക് ട്രിപ്പിൾ ക്രോഷ്യ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ 3 ചെയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ 3 ചെയിൻ ഇട്ട് കൊടുക്കുകയാണ്. 3 ചെയിൻ ഇട്ട് കൊടുത്തതിന് ശേഷം 2 തവണ യാണിനെ ചുറ്റിക്കണം. എന്നിട്ട് അടുത്ത സ്റ്റിച്ചിലോട്ട് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യണു, യാണിനെ ചുറ്റിക്കണു. അപ്പം നമുക്ക് 4 ലൂപ്പ് കിട്ടും. ആദ്യത്തെ 2 ലൂപ്പിലൂടെ യാണിനെ ചുറ്റിച്ച് പുറത്തേക്ക് എടുക്കുക, പിന്നെ കിട്ടുന്ന 2 ലൂപ്പിലൂടെ യാണിനെ ചുറ്റിച്ച് പുറത്തേക്ക് എടുക്കുക, ശേഷം 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇതാണ് ഒരു ട്രിപ്പിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. നമുക്ക് വീണ്ടും നോക്കാം ട്രിപ്പിൾ ക്രോഷ്യ. അപ്പോൾ നമുക്കിപ്പം സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, ട്രിപ്പിൾ ക്രോഷ്യ ഇത് 4 ഒപ്പം ഇൻക്രീസ് സ്റ്റിച്ചുമായി ഡിക്രീസ് സ്റ്റിച്ചുമായി അല്ലേ, ഡിക്രീസ് സ്റ്റിച്ചുമായി. ഇപ്പം നമുക്ക് ട്രിപ്പിൾ ക്രോഷ്യ എങ്ങനെ ചെയ്യുന്നതെന്ന് ജസ്റ്റ് 1-2 തവണയും കൂടെ കാണിക്കാം കേട്ടോ. പിന്നെ കൂട്ടത്തിൽ ഞാൻ യാൺ അണ്ടർ യാൺ ഓവറാണ് കൂടുതൽ അമിഗുരുമി ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ച്. പിന്നെ ക്രോഷ്യ ഡ്രസ്സുകളൊക്കെ ക്രോഷ്യ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതലും യാൺ ഓവർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ട്രിപ്പിൾ ക്രോഷ്യയാണ്. ഇനിയിപ്പോൾ നമ്മളൊരു ലീഫ് ചെയ്യുകയാണെങ്കിൽ ആ ലീഫൊക്കെ ചെയ്യുമ്പം ആ ഒരു വലിപ്പം നമുക്കൊരു വീതി കിട്ടണ്ടേ. അപ്പോൾ നമ്മൾ ആ ഹൈറ്റിൽ നിന്ന് ചെയ്തിട്ട് ചെറുതാക്കുമ്പോൾ എന്ത് നമ്മൾ ചെറുതാക്കുമ്പോഴും നമ്മൾ ട്രിപ്പിൾ ചെയ്യുകയാണെങ്കിൽ അടുത്ത നമ്മൾ ഡബിൾ ചെയ്യണം. ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ചെറുതാക്കണമെങ്കിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെറുതാക്കണമെങ്കിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യണം. സിംഗിൾ ക്രോഷ്യ ചെറുതാക്കണമെങ്കിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. അത് അതിൻ്റെ ഒരു ഗ്രാജ്വൽ ഡിക്രീസ് ആണ്. അതിന് ഗ്രാജ്വൽ ഇൻക്രീസ് ആണെങ്കിലോ നമുക്കിപ്പോൾ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് നേരെ ട്രിപ്പിൾ ചെയ്യാൻ പറ്റില്ല. അതായത് സിംഗിൾ ക്രോഷ്യ ചെയ്താൽ ഹാഫ് ഡബിൾ ചെയ്തിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പറ്റും. ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടാണ് ട്രിപ്പിൾ ചെയ്യുക. അങ്ങനെ ഒരു ഇൻക്രീസും കൂടെ മീൻസ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഷേപ്പ് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നല്ല, പക്ഷെ നമുക്കൊരു ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് ഞാൻ വെറുതെ ഇപ്പോൾ കാണിച്ചതാണ് കേട്ടോ. ട്രിപ്പിൾ ചെയ്തു, ഡബിൾ ചെയ്തു, പിന്നെ ഹാഫ് ഡബിൾ ചെയ്തു, പിന്നെ സിംഗിൾ ചെയ്തു, ദെൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ നമുക്കൊരു ഷേപ്പ് മാറുന്നത് മനസ്സിലാവാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണേ. ഇനി നമുക്കൊരു പഫ് സ്റ്റിച്ച് എങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ ഇതൊരു ഓർഡർ അല്ല എന്ന് നിങ്ങൾ വിചാരിക്കല്ലേ. എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ ഇങ്ങനെ വരുന്നത് ഇങ്ങനെ ഒരു ബേസിക് സ്റ്റിച്ചസ് എന്നുള്ള പോലെ ഇടാമെന്ന് വെച്ചിട്ട്. അപ്പോൾ പഫ് സ്റ്റിച്ച് ചെയ്യേണ്ട ആദ്യം നമ്മൾ രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു, ചെയിൻ ഇട്ട് കൊടുത്തു. ശേഷം നമ്മൾ ലൂപ്സ് ആണ് ഉണ്ടാക്കുന്നത്. നമ്മളിപ്പം ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന പോലെ ലൂപ്സുകൾ ഉണ്ടാക്കി വെക്കുക. പക്ഷെ ഡബിൾ ക്രോഷ്യ മുഴുവനായിട്ട് ചെയ്യണില്ല. യാണിനെ ചുറ്റിച്ചതിന് ശേഷം സ്റ്റിച്ചിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒരേ സ്റ്റിച്ച് തന്നെ 3, 4, 5 ചെയ്തിട്ട് നമുക്ക് പഫ് സ്റ്റിച്ച് ഉണ്ടാക്കുക. ഞാനിവിടെ 3 തവണ ലൂപ്പ് ഉണ്ടാക്കിയിട്ടാണ് പഫ് സ്റ്റിച്ച് കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പഫ് സ്റ്റിച്ച് ഉണ്ടാക്കുമ്പോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് യാണുകൾ നമ്മൾ കറക്റ്റായിട്ടില്ലേ എന്ന് നോക്കണം. അതായത് യാണിനെ നമ്മൾ ചുറ്റിച്ചിട്ട് ആ ലൂപ്പ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് അത് പുറത്തേക്ക് കിട്ടാത്തത്. അപ്പോൾ നമ്മൾ 2 തവണ ചെയിൻ ഇട്ടു, ശേഷം യാണിനെ ഒന്നുകൂടെ കാണിക്കാം. ഒരു ചെയിൻ ഇടാം, ഒന്നാമത്തെ ചെയിൻ ഇടാം 1, ദെൻ ഒരു ചെയിനും കൂടി ഇടാം 2. ഓക്കെ, ഇനി യാണിനെ ചുറ്റിക്കുക. എന്നിട്ട് ആ അടുത്ത നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. ഒപ്പം യാണിനെ ചുറ്റിച്ചിട്ട് പുറത്തേക്ക് നല്ല ഹൈറ്റിൽ പുറത്തേക്ക് വലിച്ചു പിടിക്കുക. അടുത്തത് വീണ്ടും യാണിനെ ചുറ്റിക്കുക. അതേ സ്റ്റിച്ച് തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണിനെ ചുറ്റിക്കുക, പുറത്തേക്ക്. അങ്ങനെ നമ്മൾ 3 ലൂപ്പ് ക്രിയേറ്റ് ചെയ്തു. വീണ്ടും ഇങ്ങനെ ലൂപ്സുകൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇത്രയും ലൂപ്പിലൂടെ ആ താഴ്ഭാഗത്തൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. ലൂപ്സ് എല്ലാം ഓക്കെ ആക്കിയിട്ട് എന്നിട്ട് യാണിനെ ചുറ്റിച്ചിട്ട് പുറത്തേക്ക് നേരെ എല്ലാ ലൂപ്പിലും കൂടെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് ഒരു പഫ് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പം നമ്മൾ 3 എണ്ണം വെച്ചിട്ടേ ചെയ്തിട്ടുള്ളൂവെങ്കിൽ നമുക്കതിൽ 4 എണ്ണം വെച്ചിട്ടോ 5 എണ്ണം വെച്ചിട്ടോ പഫ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതാണ് ഒരു ബേസിക് പഫ് സ്റ്റിച്ച്. ഓക്കെ, 1, രണ്ടാമത്തെ ലൂപ്പ്. ആ ലൂപ്പൊക്കെ നമ്മൾ അവിടെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ, ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. ദെൻ 3ാമത്തെ ലൂപ്പ് എടുത്തു, യാണിനെ ചുറ്റിച്ചു. എന്നിട്ട് ആ 3 ലൂപ്പിൻ്റെയും താഴെ നല്ല മുറുക്കെ പിടിച്ചതിന് ശേഷം ലൂപ്പിലൂടെ അടുത്ത യാണിനെ ചുറ്റിച്ച് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്നിട്ടൊരു ചെയിൻ ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഒരു പഫ് സ്റ്റിച്ച്. വീണ്ടും ഒരു ചെയിൻ ഇട്ട് അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യാം. ഇങ്ങനെ ഒരു പഫ് സ്റ്റിച്ച് ഉണ്ടാക്കാം. ഇപ്പം പഫ് സ്റ്റിച്ച് എന്തിനാണ് യൂസ് ചെയ്യണതെന്ന് വെച്ചാൽ നമുക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം നമ്മളൊരു ഗ്രാനി സ്ക്വയറിലൊക്കെയാണ് അത് കൂടുതലായിട്ടും യൂസ് ചെയ്യാറ്. ഞാനൊരു ഗ്രാനി സ്ക്വയർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കാണിക്കാമേ. അതിനകത്ത് പഫ് സ്റ്റിച്ച് ചെയ്യണ്ടോ, ഈ ആദ്യത്തെ ഡബിൾ ക്രോഷ്യാണ് മാജിക് റിങ്ങിൽ ഇട്ടിരിക്കുന്നത്. ആ രണ്ടാമത്തെ വൈറ്റ് കളറിൽ കണ്ടോ, അതാണ് പഫ് സ്റ്റിച്ചായിട്ട് ചെയ്തിരിക്കുന്നത്.
ഇതിൻ്റെ മേലത്തെ ആ ഒരു സ്കിൻ കളർ അല്ലെങ്കിൽ ബേജ് കളറിൽ ഓഫ് വൈറ്റ് കളറിൽ ചെയ്തിരിക്കുന്നതാണ് ഡബിൾ ക്രോഷ്യ 2 ടുഗദറൊക്കെ. അപ്പോൾ നമുക്ക് ഇനി ഒന്നുകൂടെ കാണിക്കാം പഫ് സ്റ്റിച്ച് എങ്ങനെയാണ്. നിങ്ങൾക്ക് ലാഗ് അടിക്കുന്നുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. ഞാൻ ഇത്രയും കൂടെ സ്പീഡായിട്ട് കാണിക്കണം, അല്ലെങ്കിൽ ഇത്രയും ഒന്നും പറഞ്ഞു തരണ്ട, അങ്ങനെയാണെങ്കിൽ അതും പറഞ്ഞോളൂ, കുഴപ്പമില്ല കേട്ടോ. ഞാൻ എല്ലാവർക്കും യൂസ് ആവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ പറയണേ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഡബിൾ ക്രോഷ്യ 2 ടുഗദർ, 3 ടുഗദർ അല്ലെങ്കിൽ 4 ടുഗദർ അങ്ങനെയൊക്കെ നമ്മൾ കുറേ ടേംസ് കണ്ടിട്ടില്ലേ, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് നമ്മൾ യാണിനെ ഒന്ന് ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന പോലെ പകുതി മുക്കാലും നമ്മൾ ഡബിൾ ക്രോഷ്യയുടെ ചെയ്ത് വെക്കുന്നത് കണ്ടോ. അതായത് നമ്മൾ ഒരു തവണ യാണിനെ ചുറ്റിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നു, പിന്നെ ആ 2 ലൂപ്പിലൂടെ യാണിനെ ചുറ്റിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് വെക്കും. പക്ഷേ മുഴുവനായിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നില്ല. അങ്ങനെ പകുതിക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ടോട്ടലായിട്ട് കിട്ടുന്ന ലൂപ്സിനെ ഒന്നും കൂടെ യാണിന് ചുറ്റിച്ചിട്ട് പുറത്തേക്ക് എടുക്കുക. അതാണ് ഡബിൾ ക്രോഷ്യ 2 ടുഗദർ അല്ലെങ്കിൽ 3 ടുഗദർ. നമ്മൾ എത്ര തവണ യാണിനെ ചുറ്റിച്ച് വെക്കുന്നോ, അതെ ഇപ്പോൾ ഒന്നാമത്തെ ഡബിൾ ക്രോഷ്യ പകുതി ചെയ്തു, രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യയുടെ പകുതി ചെയ്തു, മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യയുടെ ഒരു പകുതി ചെയ്തു, ക്ലസ്റ്റർ എന്നും പറയുവേ, മൂന്നാമത്തെ ചെയ്തു. ഇനി നമുക്ക് ഒന്നും കൂടെ ചെയ്യണമെങ്കിൽ ഡബിൾ ക്രോഷ്യ 4 ടുഗദറായി. നാലാമത്തെ തവണ നമ്മൾ ഡബിൾ ക്രോഷ്യയുടെ പകുതി ചെയ്തു. ദെൻ ടോട്ടൽ നമുക്ക് എത്ര ലൂപ്പ് കിട്ടണമെന്ന് നോക്കൂ. മൊത്തം 5 ലൂപ്പ് കിട്ടി. എന്നിട്ട് യാണിനെ ചുറ്റിച്ച് ആ ലൂപ്പിലൂടെ മുഴുവനും എന്ത് ചെയ്യുക, വലിച്ച് പുറത്തേക്ക് എടുക്കുക. ഇതാണ് ഡബിൾ ക്രോഷ്യ 3 അല്ലെങ്കിൽ 4 ടുഗദർ എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ടും സ്ക്വയേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ, ഗ്രാനി സ്ക്വയർ ഒക്കെ ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആവട്ടോ ഇതുപോലെയുള്ള സ്റ്റിച്ചസ് ഒക്കെ. അല്ലാതെ ഇങ്ങനെയാണ് നമ്മളൊരു ഡബിൾ ക്രോഷ്യ 3 അല്ലെങ്കിൽ 2 ടുഗദർ ചെയ്യുക. അപ്പോൾ ഇത് ഓക്കെ അല്ലേ. അപ്പോൾ പഫ് സ്റ്റിച്ച് ആയി, ഡബിൾ ക്രോഷ്യ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 ടുഗദർ, ഈ ഒരു ക്ലസ്റ്റർ ഇതും ഓക്കെ ആയി. ഇനി നമുക്കടുത്ത് പോപ്കോൺ സ്റ്റിച്ച് എങ്ങനെയാണെന്ന് നോക്കാമേ. ഇതൊന്നും കൂടെ കാണിക്കാം, എന്നിട്ട് നമുക്ക് കാണിക്കാം കേട്ടോ പോപ്കോൺ സ്റ്റിച്ച് എങ്ങനെയാണ്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് തെറ്റും, റിപ്പീറ്റായിട്ട് ചെയ്യുക. ഇനി പോപ്കോൺ സ്റ്റിച്ച് നോക്കാം. പോപ്കോൺ സ്റ്റിച്ചിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, നമുക്ക് ഒരു 4-5 ഡബിൾ ക്രോഷ്യേസ് ഉണ്ടാക്കി വെക്കുക. ഒരു സ്റ്റിച്ച് തന്നെ, സെയിം സ്റ്റിച്ച് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ ആയി. ഡബിൾ ക്രോഷ്യ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിവിടെ 4 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടാണ് ഒരു പോപ്കോൺ സ്റ്റിച്ച് കാണിക്കുന്നത്. ഓക്കെ, 4 പോപ്കോൺ സ്റ്റിച്ച് ചെയ്തു ശേഷം ആ ലാസ്റ്റ് ചെയ്തിട്ടുള്ള ലൂപ്പിനെ നല്ലോണം നീട്ടി പുറത്തേക്ക് വലിച്ചു വെക്കുക. നമ്മൾ ചെയ്തിട്ടുള്ള ആദ്യത്തെ ഡബിൾ ക്രോഷ്യേനെ എണ്ണിയെടുത്ത് അതിൻ്റെ ടോപ്പിലത്തെ ലൂപ്പിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ആ നീട്ടി വെച്ചിരിക്കുന്ന ലൂപ്പിനുള്ളിലൂടെ ഹുക്കിനെ ടൈറ്റ് ചെയ്ത് പിടിച്ച് ആദ്യം ഹുക്ക് ഇൻസേർട്ട് ചെയ്ത ഒന്നാമത്തെ ഡബിൾ ക്രോഷ്യയുടെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. ഇതാണ് ഒരു പോപ്കോൺ സ്റ്റിച്ച് എന്ന് പറയുന്നത്. റിപ്പീറ്റ് ഒന്നും കൂടെ കാണിക്കാം പോപ്കോൺ സ്റ്റിച്ച് എങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ പോപ്കോൺ സ്റ്റിച്ചും നമുക്ക് സെറ്റായി. അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റിച്ചുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. വേറെ ഏതെങ്കിലും ബേസിക്സ് വേണമെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യണേ. ഇനി അറിയാത്തതാണെങ്കിൽ ഞാൻ നോക്കി പഠിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി വെച്ചാൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും വീഡിയോ കണ്ടല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് അപ്പോൾ പിന്നെ കാണാം. Bye.